നമസ്കാരം. പ്രായപൂർത്തിയാകാത്ത ഹിന്ദു പെൺകുട്ടിയെ മതപരിവർത്തനവും ലവ് ജിഹാദും ലക്ഷ്യമിട്ട് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും അത് തടയാൻ നോക്കിയ AASU നേതാവിനെ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്ത ഇസ്ലാമിസ്റ്റ് ഭീകരൻ ആഷിഖ് അലി ഒടുവിൽ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. അസമിലെ നൽബാരിയിലാണ് നാടിനെ നടുക്കിയ ഈ ദാരുണ സംഭവം അരങ്ങേറിയത്. ഒളിവിൽ പോയ പ്രതിയെ പോലീസ് പിടികൂടി തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പോലീസിന്റെ റൈഫിൾ തട്ടിയെടുത്ത് വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നുള്ള പ്രത്യാക്രമണത്തിലാണ് റോസ് അലി എന്നറിയപ്പെടുന്ന ആഷിഖ് അലി വധിക്കപ്പെട്ടത്. അസമിലെ നൽബാരിയിൽ വർഷങ്ങളായി ആസൂത്രിതമായ മതപരമായ അധിനിവേശ ശ്രമങ്ങളും ലവ് ജിഹാദ് കേസുകളും വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് 9ാം ക്ലാസ് മുതൽ വേട്ടയാടപ്പെട്ട ഈ പെൺകുട്ടി. അന്ധമായ മതബോധവും ഇതര മതസ്ഥരോടുള്ള വിദ്വേഷവും തലയ്ക്ക് പിടിച്ച ആഷിഖ് അലി പ്രായപൂർത്തിയാകാത്ത ഈ ഹിന്ദു പെൺകുട്ടിയെ തന്റെ മതവലയത്തിലാക്കാൻ നിരന്തരം ശ്രമിച്ചു വരികയായിരുന്നു. 9ാം ക്ലാസ് മുതൽ ആഷിഖ് അലി പെൺകുട്ടിയെ നിരന്തരം ശല്യം ചെയ്യുകയും വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ കുടുംബം ഇതിനെ ശക്തമായി എതിർത്തതോടെ ശല്യം വർദ്ധിച്ചു. ഒടുവിൽ മകളുടെ പഠനവും സുരക്ഷിതത്വവും ഓർത്ത് കുടുംബത്തിന് പെൺകുട്ടിയുടെ സ്കൂൾ മാറ്റേണ്ടി വന്നു. 12ാം ക്ലാസ്സിൽ അടുത്തുള്ള മറ്റൊരു സ്കൂളിലാണ് പിന്നീട് ചേർന്നത്. സ്കൂൾ മാറ്റിയിട്ടും പ്രതി പിന്മാറിയില്ല. പെൺകുട്ടിയുടെ വീട് കണ്ടുപിടിച്ച് ചെന്ന ഇയാൾ തന്റെ ആവശ്യത്തിന് വഴങ്ങിയില്ല എങ്കിൽ പെൺകുട്ടിയെയും കുടുംബത്തിനെയും കൊലപ്പെടുത്തുമെന്ന ക്രൂരമായ ഭീഷണി മുഴക്കി. കാഫിറുകളായ ഹിന്ദുക്കൾ തങ്ങൾക്ക് കീഴടങ്ങണമെന്ന തരത്തിലുള്ള തീവ്ര ഇസ്ലാമിക ചിന്താഗതിയാണ് പ്രതിയെ ഇതിന് പ്രേരിപ്പിച്ചതെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. പ്രതിയുടെ ശല്യം പരിധി വിട്ടതോടെ പെൺകുട്ടിയുടെ കുടുംബം ആഷിഖിന്റെ മാതാപിതാക്കളെ കണ്ട് സംസാരിക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ സ്വന്തം മകന്റെ ജിഹാദി മാനസികാവസ്ഥയെ തിരുത്താനോ തടയാനോ ആഷിഖിന്റെ കുടുംബം തയ്യാറായില്ല. ഇത് പ്രതിക്ക് കൂടുതൽ അക്രമങ്ങൾ ചെയ്യാനുള്ള ലൈസൻസായി മാറി. തന്റെ ജിഹാദി അജണ്ടകൾക്ക് പെൺകുട്ടി വഴങ്ങില്ലെന്ന് ഉറപ്പായതോടെയാണ് ആഷിഖ് അലി മാരകായുധങ്ങളുമായി തെരുവിലിറങ്ങിയത്. ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ നേതാവായ മധുരജ്യ വർമ്മനൊപ്പം പെൺകുട്ടി നടന്നു പോകുന്നതിനിടെ ആഷിഖ് ഇവരെ തടഞ്ഞു നിർത്തുകയും പെൺകുട്ടിയെ ബലമായി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത് തടയാൻ ശ്രമിച്ച മധുരജ്യയ്ക്ക് നേരെ പ്രതി ക്രൂരമായ രീതിയിലാണ് കത്തിവീശിയത്. മധുരജ്യയുടെ നെഞ്ചിലും വയറ്റിലും നിരവധി തവണ കുത്തി പരിക്കേൽപ്പിച്ചു. ചോരയൊലിപ്പിച്ച് വീണ മധുരജ്യയെ നോക്കാതെ പ്രതി പിന്നീട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ നേരെയും തിരിഞ്ഞു. പ്രതിരോധിക്കാൻ ശ്രമിച്ച പെൺകുട്ടിയുടെ വയറ്റിലും തലയ്ക്കും മാരകമായി കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഇയാൾ സ്ഥലത്തു നിന്നും ഒളിവിൽ പോവുകയായിരുന്നു. നാട്ടുകാർ ഇരുവരെയും ഉടൻ തന്നെ നൽബാരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മധുരജ്യ വഴിമധ്യേ തന്നെ മരണപ്പെട്ടിരുന്നു. തലച്ചോറിനും ആന്തര അവയവങ്ങൾക്കും ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഗുവാഹത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുന്ന പെൺകുട്ടിയുടെ നില ഇപ്പോഴും ആശങ്കാജനകമായി തുടരുകയാണ്. ഹീനമായ കൊലപാതകം നടത്തി ഒളിവിൽ പോയ ആഷിഖ് അലിയെ പിടികൂടാൻ അസം പോലീസ് വലിയ തോതിലുള്ള തെരച്ചിലാണ് നടത്തിയത്. തുടർന്ന് നൽബാരി പോലീസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തു. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മാരകായുധം കണ്ടെത്തുന്നതിനായി പ്രതിയെ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോഴാണ് നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായത്. നൽബാരി ജില്ലാ പോലീസ് മേധാവി SP വിവേകാനന്ദ ദാസ് വ്യക്തമാക്കിയത്, പ്രതി ആഷിഖ് അലിയെ തെളിവെടുപ്പിനായി സംഭവ സ്ഥലത്തെത്തിച്ചപ്പോൾ കൂടെയുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരനായ കോൺസ്റ്റബിളിന്റെ റൈഫിൾ അവൻ ബലമായി തട്ടിയെടുക്കുകയായിരുന്നു. തുടർന്ന് ഒട്ടും മടിക്കാതെ പോലീസുകാർക്ക് നേരെ വെടിയുതിർത്തു. 3 റൗണ്ടോളം പ്രതി വെടിവെച്ചെങ്കിലും അത് പോലീസ് വാഹനത്തിലാണ് പതിച്ചത്. ഇതോടെ പോലീസുകാർക്ക് ആത്മരക്ഷാർത്ഥം തിരികെ വെടിയുതിർക്കേണ്ടി വന്നു. പോലീസിന്റെ പ്രത്യാക്രമണത്തിലാണ് ആഷിഖ് അലി എന്ന റോസ് അലി കൊല്ലപ്പെട്ടത്. നിയമം കയ്യിലെടുക്കാനും പോലീസിനെ പോലും വെടിവെച്ച് കൊലപ്പെടുത്താനും മടിക്കാത്ത പ്രതിയുടെ ഈ അക്രമ സ്വഭാവം അവൻ ഉൾക്കൊണ്ട തീവ്രവാദ ചിന്താഗതിയുടെ തെളിവാണ്. ഒറ്റപ്പെട്ട പ്രണയപ്പക എന്ന ലേബൽ ഒട്ടിച്ച് ഇത്തരം ക്രൂരതകളെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്ന കപട പുരോഗമനവാദികളുടെ മുഖത്തടിക്കുന്നതാണ് അസമിൽ നിന്നുള്ള ഈ ഞെട്ടിപ്പിക്കുന്ന സംഭവം. ഇതര മതസ്ഥരായ പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത ഹിന്ദു പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് രാജ്യത്തുടനീളം നടക്കുന്ന ആസൂത്രിതമായ ലവ് ജിഹാദ് അജണ്ടകളുടെ ഭീകരമായ യാഥാർത്ഥ്യമാണ് ഇവിടെ വെളിവാകുന്നത്. പ്രണയത്തിന്റെയോ വിവാഹത്തിന്റെയോ വ്യാജമായ മുഖംമൂടി അണിഞ്ഞ് ഒടുവിൽ മതപരിവർത്തനത്തിലേക്കും അടിമത്വത്തിലേക്കും നയിക്കുന്ന ഒരു വലിയ മാഫിയ ശൃംഖല തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. 9ാം ക്ലാസ് മുതൽ ഒരു പെൺകുട്ടിയെ നിരന്തരമായി വേട്ടയാടുകയും അവൾ വഴങ്ങാത്തപ്പോൾ വിദ്യാലയങ്ങൾ പോലും മാറേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഒരു സാധാരണ ക്രിമിനലിന്റെ മാത്രം ബുദ്ധിയല്ല. അന്യമതസ്ഥരായ സ്ത്രീകളെ തങ്ങളുടെ മതവലയത്തിലാക്കുക എന്നത് ഒരു വിശുദ്ധ കടമയായി കാണുന്ന വികലമായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ സ്വാധീനമാണ്. ഈ ആസൂത്രിത നീക്കങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവരെ ശത്രുക്കളായി പ്രഖ്യാപിക്കാനും അവരെ തെരുവിൽ പരസ്യമായി വെട്ടിവീഴ്ത്താനും മടിക്കാത്ത തരത്തിൽ ഈ ജിഹാദി ചിന്താഗതി യുവാക്കളുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കപ്പെടുന്നു. മതം മാറ്റാൻ സാധിക്കാത്ത പക്ഷം ആ ജീവനെ തന്നെ ഇല്ലാതാക്കുക എന്ന ക്രൂരമായ മനോഭാവം വെച്ചു പുലർത്തുന്ന ഇത്തരം മതാന്തർ നമ്മുടെ
സമാധാനപരമായ ജീവിതത്തിനാണ് കനത്ത ഭീഷണി ഉയർത്തുന്നത്. വ്യാജ പ്രണയക്കെണികളിൽ വീഴ്ത്തി പെൺകുട്ടികളുടെ ജീവിതം തകർക്കുന്ന ഇത്തരം ആസൂത്രിത മതപരമായ കടന്നുകയറ്റങ്ങളെ കേവലം ഒരു വ്യക്തിഗത കുറ്റമായി കാണാതെ സമൂഹത്തെ ഒന്നടങ്കം വിഴുങ്ങാൻ നിൽക്കുന്ന ഒരു വലിയ വിപത്തായി കണ്ട് ചെറുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരം ക്രൂരതകൾ ചെയ്യുന്ന വ്യക്തികൾക്ക് തങ്ങളുടെ സ്വന്തം കുടുംബങ്ങളിൽ നിന്നും മതസമൂഹങ്ങളിൽ നിന്നും ലഭിക്കുന്ന നിശബ്ദമായ പിന്തുണയും മൗനാനുവാദവുമാണ് കുറ്റകൃത്യങ്ങളുടെ ആവർത്തനത്തിന് പ്രധാന കാരണം. പ്രതിയുടെ അക്രമവാസനയെക്കുറിച്ചും ഭീഷണികളെക്കുറിച്ചും പെൺകുട്ടിയുടെ കുടുംബം നേരിട്ട് ചെന്ന് ആഷിഖിന്റെ മാതാപിതാക്കളെ അറിയിച്ചിട്ടും അതിനെ ഗൗരവത്തോടെ കാണാനോ സ്വന്തം മകനെ തിരുത്താനോ അവർ തയ്യാറായില്ല എന്നത് ഈ സാമൂഹിക രോഗത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. കാഫിറുകളായ ഹിന്ദുക്കൾ തങ്ങൾക്ക് കീഴടങ്ങേണ്ടവരാണെന്നും അവരോട് എന്ത് ക്രൂരത ചെയ്താലും അത് മതപരമായി ന്യായീകരിക്കപ്പെടണമെന്നുമുള്ള തീവ്ര ഇസ്ലാമിക ചിന്താഗതിയാണ് ഇത്തരം ക്രിമിനലുകൾക്ക് പരോക്ഷമായി ധൈര്യം നൽകുന്നത്. സ്വന്തം മകൻ ഒരു ഇതര മതസ്ഥയായ പെൺകുട്ടിയെ വേട്ടയാടുമ്പോൾ അതിനെ തടയാൻ ശ്രമിക്കാത്ത കുടുംബങ്ങളും ഇത്തരം വിഷലിപ്തമായ ആശയങ്ങൾ യുവാക്കളിലേക്ക് കുത്തിവെക്കുന്ന പ്രാദേശിക കേന്ദ്രങ്ങളും ഈ കൊലപാതകത്തിൽ തുല്യ പങ്കാളികളാണ്. നിയമവ്യവസ്ഥയോ ഭരണഘടനയോ ഭയപ്പെടാതെ തങ്ങളുടെ മതനിയമങ്ങളാണ് പരമപ്രധാനമെന്ന് വിശ്വസിക്കുന്ന ഈ വിഭാഗം വളർന്നു വരുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെ വലിയ വെല്ലുവിളിയാണ്. തെറ്റായ മതബോധം തലയ്ക്ക് പിടിച്ച് ഒരു നിരപരാധിയായ യുവാവിന്റെ ജീവൻ എടുക്കുകയും ഒരു പെൺകുട്ടിയുടെ ജീവിതം നരകതുല്യമാക്കുകയും ചെയ്ത കുറ്റവാളികൾക്ക് മാനുഷിക പരിഗണന നൽകാൻ ആവശ്യപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ ഈ ഇരയുടെ കണ്ണുനീര് കാണുന്നില്ല. ഈ ഭീകരമായ മാനസികാവസ്ഥയെ വേരോടെ പിഴുതെറിയാൻ സാധിച്ചില്ല എങ്കിൽ വരും തലമുറയിലെ പെൺകുട്ടികളുടെ സുരക്ഷിതത്വം വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കോടതിയും നിയമവും തങ്ങളെ ഒന്നും ചെയ്യില്ലെന്ന ധാർഷ്ട്യത്തോടെ പോലീസിന് നേരെ പോലും തോക്കുചൂണ്ടാൻ മടിക്കാത്ത ജിഹാദി ക്രിമിനലുകൾക്ക് അസം പോലീസ് നൽകിയ മറുപടി തികച്ചും അർഹിച്ചതും ശക്തവുമായ ഒന്നാണ്. അറസ്റ്റിലായ ശേഷവും പോലീസുകാരെ ആക്രമിക്കാനും അവരുടെ റൈഫിൾ തട്ടിയെടുത്ത് വെടിയുതിർക്കാനും തുനിഞ്ഞ പ്രതിയുടെ അക്രമ സ്വഭാവം അവൻ ഉൾക്കൊണ്ട തീവ്രവാദ പരിശീലനത്തിന്റെ ആഴമാണ് കാണിക്കുന്നത്. സാധാരണ നിയമ നടപടികളിലൂടെ ജാമ്യം നേടി പുറത്തിറങ്ങി വീണ്ടും ഇരകളെ വേട്ടയാടാൻ മടിക്കാത്ത ഇത്തരം നരാധമന്മാർക്ക് ഇതേ നാണയത്തിൽ തന്നെ മറുപടി നൽകേണ്ടതുണ്ട്. ലവ് ജിഹാദും മതഭീകരതയും തടയുന്നതിന് നിലവിലുള്ള നിയമങ്ങൾ പലപ്പോഴും അപര്യാപ്തമാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി കുറ്റവാളികൾക്ക് അതിവേഗത്തിൽ കഠിന ശിക്ഷ ഉറപ്പാക്കുന്ന കർശനമായ പ്രത്യേക നിയമനിർമ്മാണങ്ങൾ രാജ്യത്തുടനീളം കൊണ്ടുവരേണ്ടതുണ്ട്. ഇരയാക്കപ്പെടുന്ന പെൺകുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെങ്കിൽ ഇത്തരം ക്രിമിനലുകളെ സമൂഹത്തിൽ നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കുക തന്നെ വേണം. നൽബാരിയിലെ AASU നേതാവിന്റെ ജീവത്യാഗവും ആ പെൺകുട്ടിയുടെ നിലവിളിയും വെറുതെയാകരുത്. നിയമത്തിന്റെ വഴിയിൽ ജീവിക്കുന്ന സാധാരണക്കാരനായ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഭരണകൂടങ്ങൾ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അസമിലെ ഹിന്ദു സമൂഹത്തെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും ഒരുപോലെ പ്രകോപിപ്പിച്ച സംഭവമാണിത്. ലവ് ജിഹാദ് ലക്ഷ്യമിട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വേട്ടയാടുന്ന ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾക്കെതിരെ അസം സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ടു. പ്രതി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നതോടെ വലിയൊരു ദുരന്തം വിതച്ച ഭീകരന് അർഹിച്ച ശിക്ഷയാണ് ലഭിച്ചതെന്ന പ്രതികരണങ്ങളാണ് പ്രദേശത്തുയരുന്നത്. മതാന്ധതയുടെ പേരിൽ ആയുധമെടുക്കുന്നവന്റെ ഒടുക്കം ഇത്തരത്തിലായിരിക്കുമെന്ന ശക്തമായ സന്ദേശം നൽകാൻ ഈ പോലീസ് നടപടിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ ലവ് ജിഹാദ് എന്ന വിപത്തുമായി ഇറങ്ങി പുറപ്പെടുന്ന മറ്റ് ക്രിമിനലുകൾക്ക് ഒരു വലിയ താക്കീതായി മാറുമെന്നത് തീർച്ചയാണ്. സംഭവത്തിൽ കൂടുതൽ തീവ്രവാദ സംഘടനകൾക്കോ വ്യക്തികൾക്കോ പങ്കുണ്ടോ എന്ന് കണ്ടെത്താൻ അസം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.